ആശാവർക്കർമാരുടെ സമരസമിതി നേതാവ് എസ് മിനിയെ അധിക്ഷേപിച്ച CITU ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനു മുന്നിലും പാട്ടകുലുക്കി പിരിവ് നടത്തുന്ന പാർട്ടിയാണ് സമരത്തിന് പിന്നിലെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാർ പറഞ്ഞു. ആ പാർട്ടിയുടെ നേതാവ് സാംക്രമിക രോഗം പടർത്തുന്ന കീടമാണ് എന്നും ഹർഷകുമാർ ആവർത്തിച്ചു. പത്തനംതിട്ടയിൽ CITU നടത്തുന്ന ബദൽ സമരത്തിൽ സംസാരിക്കുകയാണ് ഹർഷകുമാർ. അവരെ നമ്മൾ കേരളത്തിലെമ്പാട് കാണുന്നത് KSRTC ബസ് സ്റ്റാൻഡുകളുടെ മുമ്പിൽ, റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിൽ പാട്ടകുലുക്കി പിരിവ് നടത്തുന്ന രംഗങ്ങളിൽ മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. അതിന്റെ നേതാവ് ഒരു മിനി എന്ന് പറഞ്ഞ ഒരു സാംക്രമിക രോഗം പരത്തുന്ന ഒരു കീടമുണ്ട്. ഇപ്പോ ഈ സമരത്തിന്റെ പേര് പറഞ്ഞ് തിരുവനന്തപുരത്ത് കുറെ ദിവസമായി വന്ന് അവർ അതിന്റെ ചാപ്പാടിത്തവണ കിടക്കുകയാണ് ഈ മിനി. അതേസമയം ഭീഷണിപ്പെടുത്തിയാണ് ബദൽ സമരത്തിന് CITU ആളെ എത്തിക്കുന്നതെന്ന് സമരസമിതി നേതാവ് എസ് മിനി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 19ാം ദിവസവും തുടരുകയാണ്. കാര്യമായ ഭീഷണിയാണ്. മെനഞ്ഞാന്ന് എല്ലാ വീടുകളിലും പോയുള്ളൊരു ഭീഷണിയായിരുന്നു. ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് പഞ്ചായത്തുകൾ നേരിട്ട്, അവർക്ക് ആധിപത്യമുള്ള പഞ്ചായത്തുകൾ നേരിട്ട് ആശാവർക്കർമാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്നിപ്പോൾ സമരപരിപാടികൾക്ക് വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി കളയും, നിങ്ങൾക്കവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഭീഷണി വരെയുണ്ട്. ഒക്കെ കേരളം കാണട്ടെ. 232 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകൾ ശമ്പളം കൂട്ടണമെന്ന് പറയുമ്പോൾ അവൻ്റെ കുടുംബം തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ലോകം കാണട്ടെ, മനസ്സിലാക്കട്ടെ. ഞങ്ങൾ പറയുന്നത് ഇത് CITUവിൻ്റെ നിലപാടുകൾ തുറന്ന് കാണിക്കപ്പെടുന്ന ഒരു അവസരം കൂടിയായിട്ട് ഇത് മാറുകയാണ്. പ്രവീൺ പുരുഷോത്തമനും ആദിൽ പാലോടും വിവരങ്ങളുമായി. ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്ക്. പ്രവീൺ, അധിക്ഷേപ പരാമർശമാണ് CITU നേതാവ് നടത്തിയത്. ഈ ബദൽ സമരത്തിൽ എന്താണ് ഇവർ ഉന്നയിക്കുന്നത്? സ്മൃതി, ഇന്ന് പത്തനംതിട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം നടത്തിയിരുന്നു. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. 100ഓളം വരുന്ന ആശാ പ്രവർത്തകർ ഈ ഒരു സമരത്തിൽ പങ്കെടുത്തിരുന്നു. ആശാ വർക്കർമാരുടെ നേതാക്കളുടെ പ്രസംഗത്തിന് ശേഷമാണ് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാർ തന്റെ പ്രസംഗം നടത്തിയത്. ഈ പ്രസംഗത്തിലുടനീളം നിലവിൽ സെക്രട്ടറിയുടെ മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാരുടെ നേതാവ് മിനിക്കെതിരെയുള്ള പരാമർശങ്ങളാണ് PB ഹർഷകുമാർ നടത്തിയത്. അത് സാംക്രമിക രോഗം പടർത്തുന്ന ഒരു കീടം എന്നുള്ള ഒരു വാക്ക് തന്നെ അദ്ദേഹം പ്രയോഗിച്ചു. മറ്റൊന്ന്, മിനിയുടെ പാർട്ടി നേരത്തെയുള്ള ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ ഒന്നും തന്നെ കണ്ടിട്ടില്ല. അവരുടെ പാർട്ടി റെയിൽവേ സ്റ്റേഷനുകളിലും ഒപ്പം തന്നെ ബസ് സ്റ്റേഷനുകളിലും പാട്ട കൊട്ടി പിരിവ് നടത്തുന്ന കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ആ സമയത്ത് മാത്രമേ ആ പാർട്ടിയെ കണ്ടിട്ടുള്ളൂ എന്ന ഒരു പരാമർശമാണ് PB ഹർഷകുമാർ നടത്തിയത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മിനി ഒരു പരാമർശം നടത്തിയിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കാണാൻ ചെല്ലുകയും അവിടെ കാണാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. ഈ സംഭവവും PB ഹർഷകുമാർ പ്രസംഗത്തിൽ പരാമർശിച്ചു. മിനി പറയുന്നത് കളവാണ് എന്നാണ് PB ഹർഷകുമാർ ആ പ്രസംഗത്തിൽ പരാമർശിച്ചത്. ഒപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും ഇപ്പോൾ നിലവിൽ സമരം നടത്തുന്ന സമരസമിതി നേതാക്കൾക്കെതിരെയുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. PB ഹർഷകുമാർ പറയുന്നത് നേരത്തെ VS അച്യുതാനന്ദന്റെ കാലത്ത് 300 രൂപ എന്നുള്ളത് ആശാവർക്കർമാരുടെ വേതനം അത് 500 രൂപയ്ക്ക് ഉയർത്തിയിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ 500 എന്നുള്ളത് 1000 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ CITU ആശാവർക്കർമാരുടെ ഫെഡറേഷൻ ഒരു സമരം നടത്തിയിരുന്നു. ആ സമരത്തിലൊന്നും ഇപ്പോൾ മിനി പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയെയോ മിനിയെയോ കണ്ടിരുന്നില്ല എന്നൊരു വിമർശനം കൂടി PB ഹർഷകുമാർ നടത്തിയിരുന്നു. ഏതായാലും പത്തനംതിട്ടയിൽ നടത്തിയ ഈ ഒരു പ്രസംഗം അത് മിനിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രസംഗം തന്നെയാണ്. ഇതിൽ മിനിയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് അറിയേണ്ടതുണ്ട്. ആദിൽ പാലോട് വിവരങ്ങളുമായുണ്ട്. അതിലിപ്പോൾ ആശാവർക്കർമാരുടെ സമരം 19ാം ദിവസത്തിലെത്തി നിൽക്കുകയാണ്. ആശാവർക്കർമാരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ CITU നേതാക്കൾ, CPM നേതാക്കൾ തുടരുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഹർഷകുമാറിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അതിനോട് മിനിയുടെ മറുപടിയുണ്ടോ? CITU കഴിഞ്ഞ 2 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സമരത്തെ അപമാനിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെയുള്ള ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രതികരണം. മാത്രമല്ല CITU തങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും മിനി അടക്കമുള്ള നേതാക്കൾ ഇതിനോട് പ്രതികരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, 19 ദിവസമായിട്ടും അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായില്ല. ഇതിന് പുറമെയാണ് സമരക്കാരെ ആക്ഷേപിക്കുന്ന രൂപത്തിലേക്ക് CITUവും ഇടത് നേതാക്കളും പോകുന്നത് എന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ, സമരസമിതി നേതാക്കൾ പറയുന്നു. ഒപ്പം ഇന്ന്
തിരുവനന്തപുരം, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിൽ ഈ സമരത്തിനെതിരെ ബദൽ സമരവുമായി CITU സംഘടന രംഗത്തെത്തിയിരുന്നു. ആശാ വർക്കേഴ്സ് ഫെഡറേഷന്റെ പേരിലുള്ള സമരം ഇന്ന് തിരുവനന്തപുരത്ത് AG's ഓഫീസിലേക്ക് ആണ് നടന്നത്. രാഷ്ട്രീയ വിമർശനങ്ങളും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും തുടരുന്നതിനൊപ്പം സമരത്തെ വിഭാഗീയമായി ചെറുക്കാൻ കൂടിയുള്ള ശ്രമം CITUവിന്റെ ഭാഗത്തു നിന്നും ഇടത് സംഘടനകളുടെ ഭാഗത്തു നിന്നുമുണ്ട്. CITU നേതാക്കൾ എളമരം കരീം അടക്കമുള്ളവർ ഈർക്കിൽ സംഘടനയാണ് ഇപ്പോൾ സമരം നടത്തുന്ന പ്രതികരണം നടത്തി കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെ ബദൽ സമരവും ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് CITU ഉള്ളത്. ഇന്ന് തിരുവനന്തപുരം, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിൽ ബദൽ സമരം സംഘടിപ്പിച്ചിരുന്നു CITU. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് തിരുവനന്തപുരത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.